ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു 2 ദിവസം അവധിയുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഹട്ട ഡാം വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. വൈകിട്ട് 4 മണിയായി. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെത്തും. ഇതിവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. അതിനവർ വയറൊക്കെ വലിച്ച് പുറത്തോട്ട് ഇട്ടേക്കുക. ഇതാ നമ്മുടെ 2 വണ്ടി ഇവിടെ കിടക്കുന്നത്. ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടേക്കുന്ന മരത്തിൻ്റെ താഴെ. അപ്പോഴേ ഞങ്ങളങ്ങോട്ട് ഇറങ്ങി ഒരു ചായയും കൂടെ, ഇവിടെ റാശുവലിയുണ്ട് അപ്പുറത്ത്. അവിടെ നിന്ന് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്താം. ഇതാ നമ്മുടെ വില്ല കേട്ടോ. അങ്ങനെ ചായ വന്നു. നമ്മൾ എവിടെ പോയാലും ഇവിടെ കയറി ഒരു ചായ കുടിച്ചിട്ടാട്ടോ പോകുന്നത്. നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ തുടക്കത്തിലേ തന്നെ ചായ ഇവിടുന്ന് കുടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്.
നമ്മളപ്പോൾ ഏകദേശം ഹട്ടയായി കേട്ടോ. കണ്ടോ ഇപ്പോൾ ഫുള്ള് സ്ഥലമൊന്ന് ചേഞ്ച് ആയില്ലേ. അവിടെ നേരെ വന്നപ്പോൾ നിരപ്പായ സ്ഥലമായിരുന്നു. ഇപ്പോൾ ഹട്ടയിലേക്ക് കയറിയപ്പോൾ ഫുള്ള് ഇതുപോലെ മലകളായി. ഇങ്ങനെയാണ് കേട്ടോ ഹട്ടയിലെ ഏരിയ ഫുള്ള് ഇതുപോലെ ഏകദേശം ഒരു മൗണ്ടൻ ഏരിയാസാണ് കേട്ടോ. ഇവിടെ ഇറങ്ങിയതാണ്. ഇവിടെ സൺസെറ്റൊക്കെ കണ്ടപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഹട്ടയിൽ എത്തിയിട്ടില്ല, പോകുന്ന വഴിയാണ്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ പരിസരത്തെത്തി കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് സുഹൈല ഡാമിലേക്കാണ്. ഇവിടുന്ന് വേറെ കുറച്ചുകൂടെ ദൂരം പോകുമ്പോഴാണ് ഹട്ട ഡാം ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സുഹൈല ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ നമ്മൾ കുളിക്കാനുള്ള, അതായത് നീന്താനൊക്കെ പറ്റിയ ഒരു സ്പോട്ട് നമ്മൾ കണ്ടു. പക്ഷെ അതിപ്പോൾ ഉണ്ടോയെന്നറിയില്ല. നമ്മൾ എന്തായാലും എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് ഏകദേശം സൺസെറ്റിൻ്റെ സമയമായി കേട്ടോ. നല്ല ചൂടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. നമ്മുടെ ഫ്രണ്ട്സ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു കുറച്ച് മുന്നേ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ അവിടെ എത്തുവാണ്. ഈ ഡാമിന്റെ മണ്ടേ കൂടെ വെള്ളം കവിഞ്ഞ് ഇങ്ങോട്ട് വരും. അയ്യോ, ആ വണ്ടിക്ക് പോകാൻ സ്ഥലമുണ്ടോ? ഇതിങ്ങനെ കവിഞ്ഞേ വെള്ളം താഴോട്ട് വീണോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഈ താഴെ നിന്ന് കുളിക്കാം. അങ്ങനെ ഞാൻ ഡ്രസ്സ് കൂടെ എടുത്തോളാം. വേറെ നമ്മളങ്ങനെ ഇവിടെ എത്തി കേട്ടോ. ഇതാണ് ഡാമിൻ്റെ ആ സ്ഥലം. നേരത്തെ ഇവിടെ കൂടെ വെള്ളം വരുമായിരുന്നു, ഇപ്പം വെള്ളമില്ല.
ഇതാണ് കേട്ടോ സ്ഥലം, ഇതാണ് ഡാം. ഇവിടെ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാറിൽ കയറാൻ പോവുകയാണ്. നമ്മളപ്പോൾ ഇനി ഹട്ട ഡാമിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ നമ്മൾ വെള്ളം കുളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. നമ്മൾ വെള്ളം ഉണ്ടെന്ന് കരുതി, പക്ഷെ കുളിക്കാൻ മാത്രമുള്ള വെള്ളമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇനി നമ്മൾ ഹട്ട ഡാമിലേക്ക് പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് വന്നത്. ഇവിടെ ചെറിയ മീനൊക്കെ ഉണ്ട്, അപ്പോൾ അവർ മീനെയൊക്കെ നോക്കുവാണ്. കണ്ടോ, ഇതാണ് നമ്മളിവിടെ കണ്ട മീൻ. ഭയങ്കര ചെറിയ മീനാട്ടോ. ചെറുത് ഇങ്ങനെ ഓടി ഓടി കളിക്കുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. നമുക്കിങ്ങനെ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണ്. നമ്മളപ്പം അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു തുമ്പിയെ കണ്ടു കേട്ടോ. ആ തുമ്പി കുറേ നേരമായ കല്ലിൽ വന്നിരിക്കുന്നു. അപ്പം നമ്മൾ തുമ്പി ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ക്യാമറ അടുത്ത് കൊണ്ടിരുന്നിട്ട് തുമ്പി അനങ്ങുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ സുഹൈല ഡാമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ഹട്ട ഡാമിലേക്കാണ് പോകുന്നത്.
നമ്മളിവിടെ എത്തി കേട്ടോ. ഇതാണ് ഹട്ട ഡാം. ഇവിടെ താഴത്ത് കുറച്ച് ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല തിരക്കാട്ടോ. ഇവിടെ ഫുള്ള് ലൈറ്റ്സ് ഒക്കെയാണ് കേട്ടോ. രാത്രി ലൈറ്റൊക്കെ തെളിഞ്ഞിരിക്കുന്ന കാണാൻ നല്ല രസമാണ്. പിന്നെ ആ വാട്ടർഫോൾ കണ്ടു. വാട്ടർഫോളിൻ്റെ അവിടെ പെയിൻറ്റിങ്സ്, അതായത് നമ്മുടെ ദുബായ് രാജാവിൻ്റെ ഇതാണ് പെയിൻറ്റിങ്സ് ആയിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. ഞങ്ങളെ അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ പോകണം. അത് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ബസ് ഇങ്ങനെ ഷട്ടിലായിട്ട് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി താഴോട്ട് പോകാമെന്നും കണ്ട ഞങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കണ്ടോ ലൈറ്റൊക്കെ കൊടുത്തേക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ പണി നടക്കുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പണിത് വരുന്നതേ ഉള്ളായിരുന്നു. ഇപ്പോൾ എല്ലാം സെറ്റാക്കി. ഇത് കണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഒരു മിനിറ്റ്, ക്ലിയർ അല്ലല്ലേ? കണ്ട, ഇത് വാട്ടർഫോളിൽ നിന്ന് അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളാട്ടോ. ഇവിടെ നല്ല ഫോഴ്സിലാണ് അതിങ്ങനെ ഒഴുകി വീഴുന്നത്. ആവിയാണ്. കണ്ടോ, ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ സൂപ്പറാട്ടോ. നല്ല ഭംഗിയായി ലൈറ്റിങ്സ് ഒക്കെ കാണാം. ഇങ്ങോട്ട് ഫുള്ള് ലൈറ്റിങ്സ് ആണ്. അങ്ങോട്ട് ദൂരെ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ള് അവിടെ ലൈറ്റിങ്സ് ആണ്. അതുപോലെ ഇങ്ങനത്തെ ഒരു കുഞ്ഞു മരമുണ്ട്. മരത്തിൻ്റെ താഴത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. ഈ മരം കണ്ടോ, ഏകദേശം 300 to 400 ഇയേഴ്സ് പ്രായമുള്ളൊരു മരമാണ്. കണ്ടില്ലേ ഇതിൻ്റെ ഷേപ്പ്? കണ്ടില്ലേ, ഒരു ഫ്ലവർ വേസ് പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത്. കണ്ടോ, ഒരു ഫ്ലവർ വേസ്. പിന്നെ നമ്മുടെ ഈ ചേമ്പ് ആ ഒരു ഷേപ്പൊക്കെ ഇല്ലേ, നമ്മൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പ് പോലെയൊക്കെ തോന്നും കേട്ടോ ഇത്. ഇതാണ് നമ്മൾ അവിടുന്ന് കണ്ട ലൈറ്റ്സ്, ഫുള്ളായിട്ട് ലൈറ്റ്സ് വെച്ചൊരു സംഭവം. നമ്മൾ ആ ലൈറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നമ്മൾ വാഷ്റൂം, ഇവിടെ വാഷ്റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് വാഷ്റൂമിൽ പോകണം. അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മൾ. ഇവിടെ കണ്ടോ, ഒരു ഫൗണ്ടെയിൻ പോലെ കളർ, ഇങ്ങനെ പല കളറിൽ ഫൗണ്ടെയിൻ പോലെ നമുക്കിവിടെ കാണാം.
ഇതുണ്ട് ഇവിടെ കാക്ടസ് ഒക്കെ കണ്ടോ ഇതിന് 6 to 8 ഇയർ ഓൾഡാണ് ഈ കാക്ടസിനുള്ള. നല്ല നീളമുണ്ട് കേട്ടോ ഇതിന്. ഒലിവ് ട്രീയാ കേട്ടോ. ഇതിനും 300 to 400 അല്ല 250 to 400 ഇയേഴ്സാണ് ഇതിന് പഴക്കമുള്ളത്. നല്ല രസമുണ്ട് ഈ മരവും കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ചൂടാട്ടോ ഇവിടെ. അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്നു, അങ്ങോട്ട് കുറച്ച് നടന്നിട്ടൊക്കെ വന്നു. അപ്പം പിന്നെ നമ്മൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോകാൻ പോവാണ്. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാൻ പോവാണ്. കണ്ടോ നമ്മൾ വന്നപ്പോൾ ഈ ബോട്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ബോട്ടിൽ കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിപ്പോൾ പക്ഷേ ബോട്ടൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ടൈം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ബോട്ടെല്ലാം ഇങ്ങനെ കരയ്ക്കടുപ്പിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. കുറേ ബോട്ടുണ്ട്, കാണാൻ പറ്റും. നമ്മളപ്പോൾ കാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇനി നമ്മൾ പോകാൻ പോവാണ് തിരിച്ചിവിടുന്ന്. നമ്മളപ്പോൾ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് കഴിക്കാൻ കുറച്ച് സാധനം വാങ്ങി കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ അതൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ അങ്ങനെ ഹട്ട സൂക്കെന്ന് പറഞ്ഞ ഇവിടെ ഒരു സംഭവം കണ്ട. അപ്പോൾ അതെന്താണെന്ന് നോക്കാമെന്ന് കണ്ട് കയറാമെന്ന് കണ്ട. വലിയൊരു ഡോറ്. ഇങ്ങനെ നമുക്ക് സാധനം വാങ്ങുന്ന കുറച്ച് ഷോപ്പാണ് കേട്ടോ. അതായത് ഇവിടുത്തെ ട്രഡീഷണൽ വിയേഴ്സൊക്കെ ഉള്ള കുറച്ച് ഷോപ്പാണ്. അപ്പോൾ അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് പോകാമെന്ന് ഓർത്തു. പൂച്ചക്കുട്ടിയെ കണ്ടു കേട്ടോ.
ചായ വന്നു കേട്ടോ, നമ്മൾ ചായ കുടിക്കുവാണേ. നാട്ടിലെ പോലെ വഴിയിലിരുന്നു. അതെ, നാട്ടിലെ പോലെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് കുടിക്കുന്ന ഒരു കടയാണ്. നമ്മളങ്ങനെ ചായ കുടിച്ചു. അപ്പം നമ്മൾ കുറച്ച് പൂച്ചേനെ കണ്ടു കേട്ടോ വഴി വെച്ച്. അപ്പം പൂച്ചയ്ക്ക് കുറച്ച് ഫുഡ് കൊടുക്കുവാണേ. പൂച്ച പക്ഷെ കഴിക്കുന്നില്ല കൊടുത്തിട്ട്. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ചായ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ കടയുടെ ആ ഒരു പുറത്തിരുന്ന് കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിർത്തിയതാണ്. പക്ഷെ ചായ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു, ഭയങ്കര കടുപ്പം കൂടുതലായിരുന്നു. അപ്പം നമ്മളിനി ഇവിടെ ഒരു ലേക്ക് കണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ അവിടെ എത്തി കേട്ടോ. ഈ ലേക്കിൻ്റെ പേര് ലീം ലേക്ക് എന്നാണ്. ഇത് ലേക്കിൻ്റെ സൈഡിലുള്ള കുറച്ച് കഫറ്റീരിയാസ് ആണ്. കണ്ടോ, ലീം ലേക്ക് എന്നാണ് ഈ ലേക്കിൻ്റെ പേര്. ഇവിടെ ഒത്തിരി കഫറ്റീരിയാസ്, ഇതുപോലെ ചെറിയ ചെറിയ കഫറ്റീരിയാസ് ഉണ്ട് കേട്ടോ. എല്ലാം കാണാനൊക്കെ നല്ല രസമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പം ഈ ലേക്കിൻ്റെ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പം സമയം 8:45 അല്ല, 8:45 അല്ല, 9:45. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. കണ്ടോ, ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ച് പോലെ, തടിയുടെ തന്നെ ബെഞ്ച് പോലെയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ലേക്കാട്ടോ അപ്പുറത്ത്. ഇരുട്ടായതുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. ലേക്കാണ് അപ്പുറത്ത്. വെട്ടമുള്ളപ്പോൾ വന്നാൽ നല്ല രസമാണ് ഇവിടെ. കണ്ടു, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ വല പോലെ കയറ് കെട്ടി വെച്ചിട്ട്, പിന്നെ ഇവിടെ ഇത് ഇങ്ങനെ ഒരു റൗണ്ടിൽ ടേബിളിൽ ചുറ്റിനും ഇങ്ങനെ ചെയർ വെച്ചിട്ട് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നല്ല രസമാട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറേ ഉണ്ട്. വിൻ്ററിലൊക്കെ വന്ന് ഇവിടെ നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഈ പാലം, ഒരു പാലമുണ്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ നടുക്കും കൂടെ ഉള്ളത്. അപ്പുറത്ത് ആ ലൈറ്റുള്ള പാലമല്ലാതെ ഒരു ലൈറ്റ് ഇല്ലാത്ത ഒരു പാലം ഇങ്ങനെ വരുന്നുണ്ട്. ഇരുട്ടിൽ കാണാൻ പറ്റുമോയെന്നും അറിയില്ല. ആ പാലത്തിൻ്റെ സൈഡിലും ഉണ്ട് ചെറിയ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ച് പോലെ. ഇത് കണ്ടോ, അതൊരു മലയാണ്. അപ്പം ആ മലയിൽ എന്തോ ഒരു തുരങ്കം പോലെ, തുരങ്കമാണോന്ന് അറിയത്തില്ല, ഒരു ജസ്റ്റ് ലൈറ്റ് വെച്ചിട്ടൊരു ഹോള് പോലെ ഇവിടുന്ന് കണ്ട അങ്ങനെ തോന്നും. അതെന്താന്ന് നമുക്ക് അറിയത്തില്ല അവിടെ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് നടന്നു നോക്കാമെന്നും പറഞ്ഞ് വന്നതാട്ടോ. ഇവിടെ അപ്പോൾ നമ്മൾ ഊഞ്ഞാൽ കണ്ടു. അപ്പോൾ ഇവർ രണ്ടും കൂടെ ഊഞ്ഞാലിൽ കയറിയിരുന്ന ആടുവാണ്. നോക്കുമ്പോൾ നമുക്ക് ഹട്ടയുടെ സൈൻ ബോർഡ് കാണാൻ പറ്റും കേട്ടോ. അതൊരു മലയുടെ മുകളിലാണ് അത് ഇരിക്കുന്നത്. കുറേ ദൂരെയാട്ടോ. കണ്ടോ? അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. നമുക്ക് ഇവിടുന്ന് 2 മണിക്കൂറാണ് ഇനി നമ്മുടെ വീട്ടിലേക്കുള്ളത്. അപ്പോൾ നമ്മളിതേ കാറിൽ കയറാൻ പോവാണ്. കണ്ടോ, ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുമ്പം അവിടുന്ന് ബസ് ഇങ്ങനെ വന്ന് ഇവിടെ നിർത്തി, അങ്ങനെ ബസ് സ്റ്റോപ്പാണ്. ഇത് നല്ല ഭംഗിയുണ്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന കാണാൻ. നമ്മളിതേ തിരിച്ചു പോകാൻ പോവാണ് കാറിൽ കയറി.